ഹായ് എല്ലാവർക്കും അമർത്തിയാനി വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ വന്നേക്കണത് ഇന്ന് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം കാണാനാണ്. അതിൻ്റെ ഒരു സിമ്പലാണ് നമ്മുടെ കയ്യിൻ്റെ ഇങ്ങനെയുള്ള അപ്പൊ നമ്മുടെ ബാക്കിലാണ് ആ കയ്യിന്റെ സിമ്പിൾ ഉള്ളത്. അതിന് തൊട്ട് തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം. ഫ്രണ്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ കറക്റ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം. രണ്ടിനോട് ചേർന്നിട്ടാണ്. അപ്പൊ നമുക്കിനി അതിന്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷം പറയാം അല്ലേ. ഫോൺ വിളിക്കേണ്ടത് അതാകെ അറിയില്ല. വീഡിയോ എടുക്കാം. ഞങ്ങളിപ്പോൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കണം കേട്ടോ. കാരണം അവിടുത്തെ ഫീസ് ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഉള്ളിൽ ചെന്നതിനേഷം അറിയുള്ളൂ. ആളുകൾ പറയുന്നുണ്ട് 2 ഫ്ലോർ വരെ ഇതിന് ഫീസില്ലാതെ. പക്ഷേ ഉള്ളിൽ ചെന്നതിനേഷം നമുക്കറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോകാൻ നിൽക്കണം. ഞങ്ങൾ പറഞ്ഞാൽ ഞാനെൻ്റെ വൈഫുണ്ട് പറഞ്ഞേ. എടുത്തൊക്കെ ഇപ്പം ഞാനും എൻ്റെ വൈഫും ഞങ്ങളിപ്പോൾ ഉള്ളത് മ്യൂച്വൽ ഓഫ് മ്യൂസിയത്തിൻ്റെ മുകളിലാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ. ഇവിടെ ഫീസൊന്നുമില്ല. മറ്റുള്ള മുകളിലേക്കൊക്കെ പോകണമെങ്കിൽ എത്ര 159 ഒരാൾക്ക് ഫീസില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പുറത്തൊക്കെ കാണാനൊന്നും ഫീസില്ല. ഈ കാണുന്നതാണ് റോബർട്ടിൻ്റെ കോഫി. അത് ഞാൻ ഒന്നുകൂടി കാണിക്കാം അടിക്ക് പോകുമ്പോൾ. ആ നേരെ വൈറ്റ് കളറുള്ളൊരു എന്താ പറയുക, കുറച്ച് ആൾക്കാർ തിങ്ങി കൊടുത്തിട്ടില്ലേ, അതാണ് റോബർട്ട് കോഫിയിൽ. എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായി പറയുന്നത്. അതിനാണ് മെയിൻ വന്നത്. അവിടെ സാൾട്ടിനെ എഴുതി വെച്ചിട്ട് അതെന്താ മനസ്സിലാവുന്നത്, SALT. ഇതിൻ്റെ ഔട്ട് സൈഡാണ്. മ്യൂച്വൽ ഓഫ് മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് കേട്ടോ.
ഞാനാക്കി തരാം. ഇത് വെറുതെ കേട്ടോ. ഇത് തരാം. ആ ഇത് തരാം. ഉഷാറ് തരാം. 2 ടൈപ്പാക്കി കിടക്കാം. ഇതോട്ടെ ഈ 3 ഓപ്ഷൻ ഉണ്ടായി, അതിൽ കാണില്ല. അത് എടുത്ത് വെച്ചോ, ഷോർട്ടുകളാ. ഇങ്ങോട്ട് വരണമെങ്കിൽ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ യൂസ് ചെയ്യുന്നത് മെട്രോയിലെ എവറസ്റ്റ് ടവർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടേക്ക് വരാനുള്ള കറക്റ്റ് എൻട്രി ഉണ്ട്. അതാണ് ബെറ്റർ. കാരണം ഇവിടെ വരാണെങ്കിൽ ഇപ്പോൾ പാർക്കിങ് ചില സമയങ്ങളിൽ പാർക്കിംഗ് കിട്ടില്ല. പിന്നെ പാർക്കിങ് പെർ അവർ നിർത്തണമെങ്കിൽ 4 ദർഹമാണ്. അപ്പോൾ ബെറ്ററാണ്. അതിൻ്റെ എവറസ്റ്റ് ടവറിൽ മെട്രോയിലൊക്കെ ഇറങ്ങിയിട്ട് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലേക്ക് വരുന്ന ആ ഒരു എൻട്രാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് വരണമെങ്കിൽ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ യൂസ് ചെയ്യുന്നത് മെട്രോയിലെ എവറസ്റ്റ് ടവർ. നമുക്ക് കയ്യിൽ കൊണ്ടുവന്ന പോലെ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ വന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡ് ഞങ്ങൾ ഫസ്റ്റോടെ വരുന്നത് കേട്ടോ. പലപ്പോഴും വണ്ടിയിട്ട് ഈ വഴിക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ കയറാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം ഒന്ന് കിട്ടിയത്. അതിന് വേണ്ടി ഇന്ന് മെനക്കെട്ടൊന്നും പണിക്കൊന്നും പോയില്ല. ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം നേരത്തെ ഞാൻ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോർ വരെ പോകണേ നമുക്ക് ഫീസ് ഇതില്ല കേട്ടോ. ബാക്കി അതിൻ്റെ ബോർഡിൽ എന്തൊക്കെയുണ്ട് കറക്റ്റ് അറിയില്ല. അതിന് പെർ ഹെഡ് 159 ആണ്. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഒഴിവാക്കി, ലോട്ടറി അടിച്ചിട്ട് പോയിട്ടാണ്. നമ്മുടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് ഇട്ടപ്പോഴത്തുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മളതിന് മുകളിലത്തെ അടിച്ചുകളൊക്കെ ഒരു അറബിലട്ടോ അതെന്തിന് നമുക്ക് ഇതിനെ പറ്റി അറിയില്ല. എന്തായാലും ചോദിക്കണം, സെക്യൂരിറ്റി ചോദിച്ചു നോക്കാം പോകുമ്പോഴേക്കും. ഈ അറബി എഴുതിയിട്ട് എന്തെങ്കിലും സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവും, ചോദിക്കണം നമുക്ക്. ഇങ്ങോട്ട് വരണമെങ്കിൽ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ യൂസ് ചെയ്യുന്നത് മെട്രോയിലെ എവറസ്റ്റ് ടവർ. നമുക്ക് കയ്യിൽ കൊണ്ടുവന്ന പോലെ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ വന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡ് ഞങ്ങൾ ഫസ്റ്റോടെ വരുന്നത് കേട്ടോ. പലപ്പോഴും വണ്ടിയിട്ട് ഈ വഴിക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ കയറാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം ഒന്ന് കിട്ടിയത്. അതിന് വേണ്ടി ഇന്ന് മെനക്കെട്ടൊന്നും പണിക്കൊന്നും പോയില്ല. ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം നേരത്തെ ഞാൻ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോർ വരെ പോകണേ നമുക്ക് ഫീസ് ഇതില്ല കേട്ടോ. ബാക്കി അതിൻ്റെ ബോർഡിൽ എന്തൊക്കെയുണ്ട് കറക്റ്റ് അറിയില്ല. അതിന് പെർ ഹെഡ് 159 ആണ്. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഒഴിവാക്കി, ലോട്ടറി അടിച്ചിട്ട് പോയിട്ടാണ്. നമ്മുടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് ഇട്ടപ്പോഴത്തുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മളതിന് മുകളിലത്തെ അടിച്ചുകളൊക്കെ ഒരു അറബിലട്ടോ അതെന്തിന് നമുക്ക് ഇതിനെ പറ്റി അറിയില്ല. എന്തായാലും ചോദിക്കണം, സെക്യൂരിറ്റി ചോദിച്ചു നോക്കാം പോകുമ്പോഴേക്കും. ഈ അറബി എഴുതിയിട്ട് എന്തെങ്കിലും സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവും, ചോദിക്കണം നമുക്ക്.
അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ വന്നാട്ട ആള് കുറെ നേരമായി നമുക്ക് പോസ്റ്റ് ഒക്കെ ചെയ്ത് തരുന്നുണ്ട്. Иди сюда. നമ്മുടെ ദുബായിലെ മെട്രോ കാണാത്തവർക്കായിട്ടാണ് അത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഓൾ ബട്ടൺ അടിക്കുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും.